നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാത്രിയുടെ 8 മണിയൊക്കെ ആയിരിക്കുന്നു കേട്ടോ. ഇവിടെ രാത്രിയാണ് മീൻ കൊണ്ടുവരാറ്. അതായത് ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ മീനൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഞാൻ രാത്രി എത്ര ലേറ്റ് ആണെങ്കിലും മീൻ നന്നാക്കിയിട്ട് കറി വെക്കാറുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പണി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് മീൻ കൊണ്ടുവന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തളയനും പിന്നെ അയില പോലത്തെ ഒരു മീനുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഇന്ന് കറി വയ്ക്കുക ചെയ്യുന്നത്. പിന്നെ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ കപ്പ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പയും മീൻ കറിയും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം, എന്നിട്ട് വേണം കറി വയ്ക്കാൻ. അപ്പം മീൻ നന്നാക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. ആൾ ഇരുട്ടത്തായ കാരണം കാണാത്ത കേട്ടോ ഇവിടുത്തെ പൂച്ച. ആളുടെ കാലുകൊണ്ട് വയ്യാത്തൊരു പൂച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മീൻ നന്നാക്കലും അത് കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഉരുളിയിലാണ് ഇവിടെ കറി വയ്ക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്കുള്ള തക്കാളി, പച്ചമുളക്, സവാള ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം. ചില സമയത്ത് ഇങ്ങനൊന്നും കറി ഉണ്ടാക്കാറില്ല. പക്ഷെ കപ്പ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കറി വയ്ക്കാറ് കേട്ടോ. കപ്പയ്ക്ക് ഇതുപോലെ കറി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മളിതുപോലെ തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേപ്പില ഇതെല്ലാം കൂട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ പണ്ട് മുതലേ രാത്രിയാണ് മീനൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ രാത്രി മീൻ കറി വെക്കുക അത് ഇവിടെ ഒരു ശീലമാണ് കേട്ടോ. പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അത് നേരെ പച്ചക്കറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ സാമ്പാറോ പരിപ്പ് കറിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുക ചെയ്യാറ്. മീനാണെന്നുണ്ടെച്ചെങ്കിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കും. മിക്കവാറും ദിവസം തലേ ദിവസം തന്നെയാണ് ഇവിടെ മീനൊക്കെ കൊണ്ടുവരിക. വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേ ഏട്ടന്മാർ അങ്ങനെയാണ് മീൻ കൊണ്ടുവരിക ഇവിടെ. നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക്, സവാള ഒരു ചെറുതും പിന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കറി ഇതുപോലെ മീൻ കറി ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഉരുളി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ആദ്യമേ ഉരുളി അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ. സവാളയും പച്ചമുളകൊക്കെ. അപ്പോൾ തന്നെ ഈ ഉരുളി ഉണ്ടല്ലോ, ഉരുളി ചൂടായിട്ട് വരും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നും. നമ്മൾ പൊതുവെ മോരുകറി, സാമ്പാർ അങ്ങനെ ഇതിലൊക്കെ അല്ലേ ഉലുവ പൊട്ടിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കില്ലേ. പക്ഷെ ഇതുപോലെ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, പൊടികളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉരുളിയിലൊക്കെ കറി വയ്ക്കുമ്പോൾ നമ്മൾ ചൂട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിങ്ങനെ അളവൊന്നും പറയണമെന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ, എരിവും പുളിയും അങ്ങനെയൊക്കെ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചൂട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇണ്ടാലിയത്തിൻ്റെ ഉരുളിയൊക്കെ ആകുമ്പോൾ അങ്ങനെ അടി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചൂട് നിയന്ത്രിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് മല്ലിപ്പൊടി ആട്ടോ. മുളക് പൊടി എത്രയാണോ എടുത്തുള്ളത് അത്ര തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് ഒന്നങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ തന്നെ ഈ ഒരു പൗഡറിൻ്റെ ഇതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഈ കറി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കില്ല, ഇതുപോലെ അങ്ങ് അടച്ച് വെക്കും കേട്ടോ. ചൂടത്ത് നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ അടച്ച് വെക്കും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം കപ്പ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കറി എടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ എല്ലാതും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി ഇട്ടാൽ, കുറച്ച് വിനാഗിരി, 1 സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ഞാനിതിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇതുപോലെ കറി വയ്ക്കണ കാരണം എനിക്കതിൻ്റെ ഒരു അളവ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ മീൻ കറിയൊക്കെ മേടിക്കില്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് വേറെയാണല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ആവില്ലല്ലേ. അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുടംപുളി ഇടാറില്ല, പുളിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചതിന് പുറമെ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം വെള്ളം നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം ഒന്ന് വേവട്ടെ, നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് നന്നായി തിള വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലിനി നമുക്ക് നോക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ കറി ആയി തുടങ്ങിയിട്ടുണ്ട്. മീനൊക്കെ വെന്തു, നമ്മുടെ കറി നന്നായി തിളച്ച് നല്ല സ്മെല്ലോട് കൂടിയിട്ട് നല്ല കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഉള്ളി കാച്ചി ഒഴിക്കേണ്ട, കാരണം നമ്മൾ ആദ്യം സവാള വഴറ്റിയിട്ടല്ലേ കറി ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് വേണ്ട. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ അത് തീ അടുപ്പിൽ തന്നെയല്ലേ നമുക്ക് ഇരിക്കുന്നത്. ഇനി ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് പിന്നെ കുറച്ചുകൂടെ വേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പില ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ആദ്യം വേപ്പില ഇട്ട് കൊടുത്തതാണ്. അതിന് നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല ചൂടാണ്, നമുക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് കറി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ കറി കേട്ടോ. കപ്പകൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് മാത്രമല്ല പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.